അസ്സലാമു അലൈക്കും. എന്താണ് യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം? എന്തിനാണ് വിജ്ഞാനം? വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങളെ ഞാൻ അത് പരിചയപ്പെടുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മാ ലം അലഖ്. പ്രവാചകനായ മുഹമ്മദ് നബിയെക്കൊണ്ട് സർവശക്തനായ അള്ളാഹു നീ നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന ആദ്യ കൃതി, പിന്നീട് നിന്നെ മാംസപിണ്ഡത്തിൽ നിന്നും നാം ഈ രൂപത്തിലേക്ക് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്യുന്നു. ഇതാണൊരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗം. ആ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നാം ഉപയോഗപ്പെടുത്തി നമ്മെ ശാസ്ത്രീയമായി സാങ്കേതികവിദ്യയായ ഖുർആനിൻ്റെ വചനത്തിലൂടെ ഈ സൃഷ്ടിപ്പിൻ്റെ ഗുണത്തെപ്പറ്റി പഠിപ്പിച്ച ആ നാഥൻ നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം തന്നിരിക്കുന്നു. അതിലൂടെ നാം ജീവിതത്തിനാവശ്യമായ വിജ്ഞാനം നേടി നാളെ പരലോകത്തിൻ്റെ സ്വർഗം നേടുവാനുള്ള ആ ഒരു വിജ്ഞാനം നേടുക. അതുകൊണ്ട് നാം മയക്കുമരുന്ന് മുതൽ എല്ലാവിധ നീചപ്രവൃത്തികളിൽ നിന്നും മാറി യഥാർത്ഥ സത്യവും നീതിയും ധർമ്മവും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അങ്ങനെ ആ ശാസ്ത്രീയവും സാങ്കേതികവും വലിയ ലോകത്തിൻ്റെ കൃതിയും ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ഖുർആനിൻ്റെ വചനത്തിലൂടെ നേടിയതിൻ്റെ ഫലമായാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും മതപണ്ഡിതനുമായി സർവശക്തനായ അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തത് എന്ന സത്യം എല്ലാവരെയും ഞാൻ അറിഞ്ഞു. ഇൻഷാ അള്ളാഹ്.